വീണ്ടും പോരിനോ എന്നുള്ളതിൽ നേരത്തെ നമ്മൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രീതിയിലുള്ള ഒരു പോരിലേക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ പോർമുഖം തുറക്കുന്ന ഒരു ശൈലിയല്ല അദ്ദേഹം നേരത്തെ ഇരുന്ന സംസ്ഥാനങ്ങളിലായാലും. പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെ ഒരു യുദ്ധത്തിന് പോകുന്ന ആളല്ല. മാത്രമല്ല അദ്ദേഹം ഇവിടേക്ക് ഗവർണർ ആയി സ്ഥാനമേൽക്കാൻ വരുന്ന സമയം മുതൽ സർക്കാരും പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, ഒരു സമവായത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു പുതിയ രീതിയായിരിക്കും സംസ്ഥാനത്ത് ഇനി മുതൽ കാണാൻ പോവുക എന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഗവർണർ ഒരിക്കലും നേരിട്ട് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നമ്മുടെ ഗവർണറെങ്കിൽ അദ്ദേഹം പ്രതികരിച്ച് കഴിയേണ്ട സമയമായിരിക്കുകയാണ്. കാരണം ഇത്രയും വിമർശനങ്ങൾ വരുമ്പോൾ MA ബേബിയുടെ വിമർശനം CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള വിമർശനമാണ്. ആ വിമർശനം വന്ന 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചേനെ. പക്ഷേ ഇവിടെ അദ്ദേഹം വളരെ സൈലന്റ് ആണ്. ഈ ഇന്റർവ്യൂ കൊടുത്തതല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും നമ്മൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് കാണുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റുമായി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽസുമായി, അതായത് മുഖ്യമന്ത്രിയുമായോ മന്ത്രിമാരുമായോ അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം വെച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ.